പരിശുദ്ധമായ റമദാനിൻ്റെ റഹ്മത്തിൻ്റെ പത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഈ ഒരു സമയത്ത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള റഹ്മത്ത് നമുക്ക് എങ്ങനെ നേടാം? നമ്മൾ ഏതൊക്കെ ദിക്റുകളാണ് ഈ ഒരു സമയത്ത് അധികരിപ്പിക്കേണ്ടത്? എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അതുപോലെ ഈ റമദാനുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർക്ക് പല വിധത്തിലുള്ള സംശയങ്ങളാണ്. പ്രത്യേകിച്ച് തറാവിഹ് നമസ്കാരത്തിൻ്റെ നിയ്യത്തിൽ സംശയമുണ്ട്. അതുപോലെ തന്നെ നോമ്പിൻ്റെ നിയ്യത്ത് വെക്കുന്നത് സംശയമുണ്ട്. അതുപോലെ ഈ ഇടയത്താഴ സമയത്ത് എന്താണ് ശ്രദ്ധിക്കേണ്ടത്? തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ രൂപം എങ്ങനെയാണെന്ന് ചോദിച്ച ആളുകളുണ്ട്. ഒരുപാട് സംശയങ്ങൾ, ഒരുപാട് ഇഷ്കാലുകൾ, ഇങ്ങനെ എല്ലാ കാര്യവും റമദാനിൻ്റെ ആദ്യത്തെ പത്തിലും അതിനുശേഷമുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു കൂട്ടം കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് വിശദമായി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുകയാണ്. അതുമാത്രമല്ല, പരിശുദ്ധമായ റമദാനിൻ്റെ 1 മുതൽ 30 വരെ നമ്മൾ മറന്നു പോവാതെ ചൊല്ലേണ്ട ഒരു കൂട്ടം ദിക്റുകളും ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുകയാണ്. ഈ റമദാനിൻ്റെ മുഴുവൻ പോരിശകളും നഷ്ടമാവാതെ എങ്ങനെ ഈ റമദാനിനെ പ്രയോജനപ്പെടുത്താമെന്നുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾ കാണുക, മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ നമ്മൾ ഇനിയുള്ള എല്ലാ ദിവസവും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു കൂട്ടം കാര്യങ്ങളെ വിശദമായി ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അല്ലാഹു തആല ഈ റഹ്മത്തിൻ്റെ പത്ത് നമ്മൾ എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു എല്ലാം അല്ലാഹു തആല സ്വീകരിക്കട്ടെ, കബൂലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധമായ റമദാനിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അവ്വലുഹു റഹ്മ. ആദ്യത്തെ 10 ദിവസങ്ങൾ അത് റഹ്മത്തിൻ്റെ 10 അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള കരുണ വാരിക്കോരി ചൊരിഞ്ഞു കിട്ടുന്ന 10 ദിവസങ്ങളാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ എന്താപ്പാ? അതായത് നമുക്ക് അള്ളാഹിൻ്റെ റഹ്മത്തില്ലാതെ ഒരു കാര്യം പറ്റൂല. അള്ളാഹുവിൻ്റെ കരുണയില്ലാതെ ഒന്നും നമുക്ക് നേടാൻ പറ്റും. ഈ ദുന്യാവിലും പറ്റൂല, ആഖിറത്തിലും പറ്റും. ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നു, നിങ്ങൾക്ക് കേൾക്കാൻ നിങ്ങളുടെ ചെവിയിൽ കേൾവി ശക്തി തന്നിരിക്കുന്നു, എനിക്ക് സംസാര ശക്തി തന്നിരിക്കുന്നു. ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ എൻ്റെ നാവിങ്ങനെ ചലിക്കാൻ എനിക്ക് നാവിലെ എൻ്റെ വായിൽ അള്ളാഹു ഉമിനീര് തന്നിരിക്കുന്നു. അത് ഞാൻ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഈ തലച്ചോറിലൂടെ എനിക്ക് ഏതൊക്കെ കാര്യങ്ങൾ പറയണമെന്നുള്ള നിർദ്ദേശം അള്ളാഹു തരുന്നു. ഇതൊക്കെ അള്ളാഹിൻ്റെ കരുണയാണ്. നമ്മൾ നോമ്പ് പിടിച്ചിട്ട് തുറക്കുന്ന സമയത്ത് എത്രയാ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് അല്ലേ? നമ്മുടെ ഈ ശരീരത്തിലേക്ക് നമ്മൾ ആദ്യം മധുരമുള്ള ഈത്തപ്പഴം കഴിക്കുന്നു, പിന്നെ വെള്ളം കുടിക്കുന്നു, പിന്നെ ചായ കുടിക്കുന്നു, പിന്നെ എരിവും പുളിപ്പൊക്കെയുള്ള സമോസ കഴിക്കുന്നു, പിന്നെ പത്തിരി കഴിക്കുന്നു, ഇറച്ചി കഴിക്കുന്നു. ഇങ്ങനെ മധുരവും പുളിയും ചവർപ്പും കയ്പും എല്ലാമുള്ള ഇങ്ങനെ ഭക്ഷണം ഇങ്ങനെ പോവുകയാണ് നമ്മുടെ ഒരൊറ്റ വയറ്റിലേക്ക്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ലല്ലോ. അതൊക്കെ വേണ്ട സമയത്ത് അല്ലാഹു തആല വെള്ളം ഒരു ഭാഗത്തിലൂടെ, ഭക്ഷണം ഒരു ഭാഗത്ത്, ഇതൊക്കെ അള്ളാഹിൻ്റെ കരുണയാണ്, അള്ളാഹുവിൻ്റെ റഹ്മത്താണ്. ഈ അള്ളാഹിൻ്റെ കരുണ അത് പിടിച്ചു വെച്ച ആളുകളെ നോക്കിയാൽ നമുക്ക് അള്ളാഹു എത്രമാത്രം കരുണ തന്നിട്ടുണ്ടെന്ന് മനസ്സിലാകും. അപ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്ക് ഈ ദുന്യാവിലും വേണം, നാളെ ആഖിറത്തിലും വേണം. മരിക്കുന്ന സമയത്ത് അള്ളാഹിൻ്റെ കരുണ വേണം. എപ്പോഴാ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ റഹ്മത്തൊന്നുകൊണ്ട് മാത്രമാണ് മരണസമയത്ത് അവൻ രക്ഷപ്പെടുക. എങ്ങനെയാ? ഒരാൾ മരിക്കാൻ കിടക്കുന്ന സമയത്ത് അവൻ്റെ അടുക്കലേക്ക് അസ്രായിൽ വരുമെന്നാണ്. അസ്രായിലിനെ കാണുമ്പോഴുള്ള ബേജാറ്. പിശാച് വരും നമ്മളെ ഈമാൻ നഷ്ടപ്പെടുത്താൻ. പിശാച് വരുമ്പോഴുള്ള ഒരു ബേജാറ്. അതുപോലെ ഞാൻ സ്വർഗത്തിൽ കടക്കോ നരകത്തിൽ കടക്കോ എന്നുള്ള പേടി. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്നുള്ള രക്ഷ കിട്ടാൻ നമുക്ക് എന്ത്? അള്ളാഹിൻ്റെ റഹ്മത്ത് വേണം. ആ റഹ്മത്താണ് നമ്മൾ ഈ ഒരു മാസത്തിൽ നമ്മൾ ചോദിച്ചു വാങ്ങേണ്ടത്, പ്രത്യേകിച്ച് ആദ്യത്തെ 10 ദിവസങ്ങളിൽ. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. ഇതാണ് ആ ദുആ. എല്ലാവർക്കും അറിയാം. ഒന്ന് പറഞ്ഞേ, അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. കരുണയുള്ള റബ്ബേ, നീ എനിക്ക് കരുണ ചെയ്യണേ അല്ലാ എന്നാണ് അതിൻ്റെ അർത്ഥം. കരുണയുള്ള അല്ലാ, നീ എനിക്ക് കരുണ ചെയ്യണേ. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. നമ്മളിങ്ങനെ ദ്വാര, ഈ ദ്വാ മാത്രം പോരല്ലോ. ദ്വാ കൊണ്ട് മാത്രം കരുണ കിട്ടൂല, മറിച്ചോ നമ്മൾ കാരുണ്യം ചെയ്യുന്നവരാവണം. നമ്മുടെ ഉമ്മയോട് കാരുണ്യം, വാപ്പയോട് കാരുണ്യം, ഭാര്യയോട്, ഭർത്താവിനോട്, നമ്മുടെ കൂട്ടുകാരോട്, നമ്മുടെ അയൽവാസികളോട്, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരോട്, നമ്മുടെ മുതലാളിയോട്, നമ്മുടെ തൊഴിലാളിയോട്, എല്ലാവരോടും കരുണയുണ്ടാവണം. ഒരു കാരുണ്യത്തിൻ്റെ മനസ്സ്. എന്തിനേറെ ഇപ്പോൾ നല്ല ചൂടുള്ള സമയമല്ലേ, നമ്മളൊക്കെ പകൽ നോമ്പ് പിടിക്കുകയാണ്. എത്രയോ ജീവികളാണ്, എത്രയോ മൃഗങ്ങളാണ് ദാഹിച്ചു വലയുന്നത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെയൊക്കെ മുകളിൽ എന്ത് ചെയ്യുക, ഒരു പാത്രത്തിലൊക്കെ വെള്ളം എടുത്ത് വെച്ച്, അത് വലിയൊരു ഖൈറാണ്.
പക്ഷികളൊന്ന് വെള്ളം കുടിക്കട്ടെ, അപ്പോൾ ആ വെള്ളം കുടിപ്പിച്ചതിൻ്റെ പ്രതിഫലം കൂടി അള്ളാഹു നമുക്ക് തരും. അപ്പോൾ എല്ലാവരോടും കരുണയുണ്ടാവുക. ആ കരുണ കാണിച്ചാലാണ് മല്ലാ യർഹം ലാ യുർഹം, ആര് കരുണ കാണിക്കുന്നോ അവർക്ക് അള്ളാഹുവിൻ്റെ കരുണ കിട്ടുമെന്നാണ്. അപ്പോൾ കരുണ നമ്മൾ ചോദിച്ചു വാങ്ങേണ്ട ദിവസങ്ങളാണ്. പിന്നെ വരുന്നതോ മഗ്ഫിറത്തിൻ്റെ ദിനങ്ങളാണ്. അല്ലാഹു മഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്നുള്ള അതിശ്രേഷ്ഠമായ ദിക്ർ പറയേണ്ട ഒരു ദിനങ്ങളാണ് ഇനി വരുന്നത്. അത് കഴിഞ്ഞ് വരുന്നത് നരകമോചനത്തിൻ്റെയും സ്വർഗപ്രവേശനത്തിൻ്റെയും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള മാപ്പിനെ ചോദിക്കേണ്ട ദിനങ്ങളാണ്. ഏതാണത്? അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വ അദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ, അള്ളാഹുവേ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ, സ്വർഗത്തിൽ കടത്തണേ. പിന്നെയോ അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അള്ളാഹുവേ നീ മാപ്പിനെ ഇഷ്ടപ്പെടുന്നവനാണ്, നീ മാപ്പ് ചെയ്യുന്നവനാണ്, എനിക്ക് നീ മാപ്പ് ചെയ്യണേ എന്ന് അള്ളാഹുവിനോട് പറയേണ്ട ദിനങ്ങളാണ് ഇതിന് ശേഷം വരാനുള്ളത്. പിന്നെ റമദാൻ 1 മുതൽ 30 വരെ ആയിഷാ ബീവി റളിയല്ലാഹു തആല നബിയോട് ചോദിച്ചു, നബിയേ റമദാൻ വരുമ്പോൾ ഞാൻ എന്താണ് അധികരിപ്പിക്കേണ്ടത്, എൻ്റെ കെലിമത്തുകളിൽ കസ്റത്തായിട്ട് ഞാൻ എന്താണ് പറയേണ്ടത്? നബി തങ്ങൾ പറഞ്ഞു 4 കാര്യങ്ങളാണ്. ആ 4 കാര്യങ്ങളിൽ ഖസ്ലത്താൻ, 2 കാര്യങ്ങൾ പറഞ്ഞാൽ നിന്റെ റബ്ബിന് തൃപ്തിയുണ്ടാകും. രണ്ടാമത്തെ 2 കാര്യം പറഞ്ഞാൽ എന്താണ്? അത് നിന്റെ ഇരുലോക വിജയത്തിന് കാരണമാകും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. ആദ്യത്തെ 2 കാര്യങ്ങൾ പറയേണ്ടത്, ഒന്ന് ഷഹാദത്താണ്, രണ്ടാമതായി പറയേണ്ടത് ഇസ്തിഗ്ഫാറാണ്. പിന്നെ രണ്ടാമത്തെ 2 കാര്യമെന്ന് പറഞ്ഞാൽ, ഒന്ന് നരകത്തിൽ നിന്ന് മോചനം ചോദിക്കലാണ്, 2 സ്വർഗത്തിലേക്കുള്ള പ്രവേശനം ചോദിക്കലാണ്. ഈ 4 കാര്യങ്ങൾ ഒന്നിച്ച് നമ്മൾ പറയുന്ന ഒരു ദിക്റാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്ന വ അഊദു ബിക മിനന്നാർ. ഒന്നെല്ലാവരും പറഞ്ഞേ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്ന വ അഊദു ബിക മിനന്നാർ. അതിശ്രേഷ്ഠമായ ദിക്റാണ് ഇത്. റമദാൻ 1 to 30 വരെ നമ്മൾ പറയേണ്ട അതിപ്രധാനപ്പെട്ട ഒരു ദിക്റാണ്. മറന്നു പോകരുതേ, അതിൻ്റെ അർത്ഥം കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെയോ ഈ റമദാനുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. തറാവീഹ് നമസ്കാരം, തറാവീഹ് നമസ്കാരത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ നിയ്യത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെയൊക്കെ നമ്മൾ അതിനെ വിശദീകരിച്ചതാണ്. തറാവീഹ് നമസ്കാരത്തിൻ്റെ നിയ്യത്ത് എങ്ങനെയാണ്? 20 റക്അത്ത് തറാവീഹ് നമസ്കാരം എന്ന് മൊത്തത്തിൽ വെക്കലല്ല, മറിച്ച് ഓരോ 2 റക്അത്തിൻ്റെയും ഇടയിൽ 2 റക്അത്ത് തറാവീഹ് നമസ്കാരം അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ ഇമാമോടുകൂടി നിസ്കരിക്കുന്നു എന്നാണ് നിയ്യത്ത് വെക്കേണ്ടത്. അറിയാവുന്ന സൂറത്ത് ഓതാം. പിന്നെ വജ്ജഹത്ത് ഓതൽ പറ്റുമെങ്കിൽ ഓതുക, ഇല്ലെങ്കിൽ എന്താണ് വജ്ജഹത്തുവിന് പകരമായിട്ട് സുബ്ഹാനല്ലാഹ് എന്നെങ്കിലും ചുരുങ്ങിയത് ആ സമയത്ത് പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെയോ സൂറത്തുൽ ഫാത്തിഹ ഓതി, അറിയാവുന്ന സൂറത്ത് ഓതുക, ഇനി സൂറത്ത് ഓതിയില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ റുക്കൂ സുജൂദൊക്കെ കഴിഞ്ഞിട്ട് 2ാമത്തെ റക്അത്തിൽ അത്തഹിയ്യാത്തിൽ ഇരിക്കുമ്പോൾ അത്തഹിയ്യാത്ത് ഓതണം, അതുപോലെ സ്വലാത്ത് ഓതണം, അതുപോലെ അതിനുശേഷമുള്ള ദുആയുണ്ട്. അപ്പോൾ അത്തഹിയ്യാത്ത് ഓതുക, പിന്നെ സ്വലാത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് എന്നെങ്കിലും പറയുക. പിന്നെ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ എന്നെങ്കിലും ചുരുങ്ങിയത് പറയുക. അല്ലെങ്കിൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ എന്നെങ്കിലും പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ സാവകാശം നിസ്കരിക്കേണ്ട നിസ്കാരമാണ് തറാവീഹ്. തറാവീഹ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ഫാസ്റ്റ് ഒരു നിസ്കാരമാണെന്ന് ആരും കരുതണ്ട. സാവകാശം തറാവീഹ് എന്ന വാക്കിൻ്റെ അർത്ഥം അറിയോ? നമ്മൾ ഈ തറാവീഹ് എന്ന് പറയില്ലേ, തറാവീഹ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് 1 മണിക്കൂർ കൊണ്ട് 20 റക്അത്ത് അല്ലെങ്കിൽ 3/4 മണിക്കൂർ. ചില പള്ളികളിൽ ചില ആളുകൾ പറയും, ഓ ഇന്ന് ഉസ്താദ് ഭയങ്കര സ്പീഡായിരുന്നു കേട്ടോ, ഇന്ന് ഉസ്താദ് പൊളിച്ചു, ഇന്ന് ഉസ്താദ് അരമണിക്കൂർ കൊണ്ട് നിസ്കരിച്ചു, ഇന്ന് ഉസ്താദ് 25 മിനിറ്റ് കൊണ്ട്, ഇന്ന് 3/4 മണിക്കൂർ കൊണ്ട് എന്നൊക്കെ നമ്മൾ വമ്പടിച്ച് പറയാറുണ്ട്. അങ്ങനെ നിസ്കരിച്ചാൽ അത് എന്തൊട്ട് നിസ്കാരമാണ്? നമ്മൾ ഏതായാലും നിസ്കരിക്കുക, റാഹത്തായിട്ട് നിസ്കരിക്കുക, സാവകാശം നിസ്കരിക്കുക. തറാവീഹ് എന്നതിൻ്റെ അർത്ഥം അറിയോ? വിശ്രമ നിസ്കാരം എന്നാണ് അതിൻ്റെ അർത്ഥം. വിശ്രമ നിസ്കാരം എന്നുള്ള തറാവീഹ് നിസ്കാരത്തെ നമ്മളോ സൂപ്പർ ഫാസ്റ്റായിട്ട് നിസ്കരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നിസ്കാരം എവിടെ പോകും? അപ്പോൾ അതുകൊണ്ട് ഈ 2 റക്അത്തായിട്ട് നമ്മൾ തറാവീഹ് നമസ്കാരം നിസ്കരിക്കുമ്പോൾ അതിൻ്റെ നിയ്യത്ത് നമ്മൾ നോക്കുക. അതുപോലെ സൂറത്തിൻ്റെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ ഇത് ആണുങ്ങൾക്ക് മാത്രമുള്ള നിസ്കാരമൊന്നുമില്ല കേട്ടോ, പെണ്ണുങ്ങൾക്കും നിസ്കരിക്കാം. പെണ്ണുങ്ങൾ നിസ്കരിക്കൽ സുന്നത്തായ നിസ്കാരമാണ്. പിന്നെ തറാവീഹിന് ശേഷം അതിശ്രേഷ്ഠമായ ഒരു ദുആയുണ്ട്. പിന്നെ അതിനുശേഷം നിയ്യത്ത് വെക്കുക, നിയ്യത്തിന് ശേഷമുള്ള ദുആയുണ്ട്. പിന്നെ വിത്ർ നിസ്കാരം 3 റക്അത്താണ് നമ്മളിവിടെ സാധാരണ നിസ്കരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ രൂപമൊക്കെ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്കത് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇടയത്താഴത്തിൻ്റെ സമയമാണ്. പല ആളുകളും വലിയ വമ്പായിട്ട് പറയാറുണ്ട്, ഓ നമ്മൾ ഇന്നലെ ഇടയത്താഴത്തിന് എഴുന്നേറ്റില്ല, ഓ നീ ഇടയത്താഴം കഴിക്കാതെയാണല്ലോ നോമ്പ് പിടിച്ചത്, നല്ല സ്ട്രോങ് ഉണ്ടല്ലോ എന്നൊക്കെ ആളുകളുടെ മുമ്പിൽ ചുമ്മാ വമ്പടിക്കാൻ വേണ്ടി കിടന്നുറങ്ങുന്ന ആളുകൾ. അങ്ങനെയൊന്നുമല്ല. ആ സമയത്ത് നബി തങ്ങളുടെ സുന്നത്താണ് ഒന്ന് എഴുന്നേറ്റ് 1 ഗ്ലാസ് വെള്ളം കുടിക്കലോ 1 ഈത്തപ്പഴം കഴിക്കലോ, അതൊരു ഖൈറാണ്, അതിൽ ബർക്കത്തുണ്ടെന്നാണ്.
ഫിസ്സുഹൂരി ബർക്ക എന്നാണ്. അത്താഴത്തിലൊരു ബർക്കത്തുണ്ട്. ആ സമയത്ത് എഴുന്നേൽക്കുക, അത്താഴം കഴിക്കുക, 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുക, എന്നിട്ട് നമ്മൾ ദുആ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിശ്രേഷ്ഠമാണ്. എപ്പോഴും അല്ലാഹു തആല അവൻ്റെ അടിമകളിലേക്ക് നോക്കിയിരിക്കുന്നൊരു സമയമാണ്. പിന്നെ അത് കഴിഞ്ഞ് സുബഹി നിസ്കാരം കഴിഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ, സുബഹി നിസ്കാരം കഴിഞ്ഞ് ഒരു അല്പം ഖുർആൻ ഓതാം പറ്റുമെങ്കിൽ. പിന്നെയോ സുബഹി നിസ്കാരം കഴിഞ്ഞ് ഒറ്റ മലന്ന് കിടക്കില്ല, അങ്ങനെയല്ല. ആ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ആ സൂര്യൻ ഒന്ന് ഉദിക്കുന്നത് ഒന്ന് കാത്തിരിക്കുക. കാരണം അതിനുശേഷം ഉറങ്ങാൻ ശ്രമിക്കുക. അതിന് മുമ്പ് ഉറങ്ങിയാൽ ആ ദിവസം തന്നെ ബർക്കത്തില്ലായ്മയായി മാറും. നമ്മൾ ഈ ബർക്കത്തിന് ചോദിക്കുന്ന, കാരുണ്യത്തെ ചോദിക്കുന്ന ഈ റമദാനിൽ ബർക്കത്ത് നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്തിനാണ് ചെയ്യുന്നത്? അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട, പിന്നെ പകലൊക്കെ നമ്മൾ നോമ്പ് നഷ്ടപ്പെടുത്തുന്ന മോശപ്പെട്ട വർത്തമാനങ്ങൾ, മറ്റുള്ളവരെ കളിയാക്കൽ, ഇഗീബത്ത്, നമീമത്ത്, മോശമായ കാര്യങ്ങൾ ചെയ്യുക, മോശമായത് കേൾക്കുക, കാണുക, അതൊക്കെ എന്താണ്? നമ്മുടെ നോമ്പിൻ്റെ പവിത്രതയെ, ശ്രേഷ്ഠതയെ ഇല്ലാതാക്കുന്നതാണ്. പിന്നെയോ നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഉമ്മമാരെ, നിങ്ങൾ 6:30 ബാങ്കാണെങ്കിൽ 6:25 തുടങ്ങും. എന്ത്? പഞ്ചസാര കലക്കാൻ, നാരങ്ങ കലക്കാൻ, അതുപോലെ തന്നെ അങ്ങോട്ട് പോകാൻ, ഇങ്ങോട്ട് പോകാൻ, ഇറച്ചിക്കറി താളിക്കാൻ. ആ സമയത്ത് പരമാവധി ജോലിയൊക്കെ ഒന്ന് നിർത്തി വെച്ചിട്ട് ഒന്ന് ദ്വാരക്കണം. കാരണം നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്നുണ്ടോ? നിങ്ങളുടെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അള്ളാഹിനോട് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നീ എന്തേ ദ്വാരക്കാതിരുന്നെന്ന് ചോദിക്കുമ്പോൾ ഞാനേ മാപ്പിളക്ക് ഭക്ഷണം ഉണ്ടാക്കുമായിരുന്നു റബ്ബേ എന്ന് പറഞ്ഞാൽ ശരിയാവുമോ? ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് എന്ത് ജോലിയാണെങ്കിലും നമ്മൾ ഇച്ചിരി നേരത്തെ ചെയ്ത് തീർക്കുക, എന്നിട്ട് നല്ലപോലെ ദ്വാരക്കുക. ആ സമയത്ത് എത്രയോ വിഷമങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്, എത്രയോ രോഗികളായ ആളുകൾ, എത്രയോ ആളുകൾ ദ്വാരക്കാൻ പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യുക? നല്ലതുപോലെ ദ്വാരക്കുക. നല്ല അതിശ്രേഷ്ഠമായ സമയമാണ്. പിന്നെ ആ സമയത്ത് നമ്മൾ 2 ദിക്റുകൾ പറയാൻ അല്ലേ പ്രത്യേകം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന് അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്ഖിക അഫ്തർതു എന്ന ദിക്ർ. അതുപോലെ തന്നെ നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് ദഹബൽ ലമഉ വബതല്ലത്തിൽ ഉറൂഖു വസബത്തൽ അജ്റു ഇൻഷാ അല്ലാഹ് എന്ന ദിക്ർ പറയുക. പിന്നെ സമൂസ കൊണ്ടല്ല നോമ്പ് തുറക്കേണ്ടത്, നാരങ്ങാ വെള്ളം കൊണ്ടല്ല നോമ്പ് തുറക്കേണ്ടത്, ചായ കൊണ്ടല്ല നോമ്പ് തുറക്കേണ്ടത്. നോമ്പ് തുറക്കുന്നത് ഒന്നുകിൽ നല്ല പച്ചവെള്ളം കൊണ്ട്, അല്ലെങ്കിൽ കാരക്ക കൊണ്ട്, അല്ലെങ്കിൽ ഈത്തപ്പഴം കൊണ്ട്. ഒന്നുകിൽ കാരക്ക, ഈത്തപ്പഴം, പച്ചവെള്ളം, ഇതുകൊണ്ടായിരിക്കണം ആദ്യം നോമ്പ് തുറക്കേണ്ടത്. അത് കഴിഞ്ഞ് പിന്നെ സമൂസയോ ഉന്നക്കായോ എന്താണെങ്കിലും കഴിക്കും. പിന്നെ ആ ഒരു സമയത്ത് നമ്മൾ എന്താ പറയുക, എന്ത് കിട്ടിയാലും കഴിക്കുന്നൊരു ടെൻഡൻസി ആയിരിക്കും. നമുക്ക് കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആദ്യം തന്നെ ആ എണ്ണപ്പലഹാരം ചെല്ലുമ്പോൾ 13.5 മണിക്കൂർ നമ്മൾ ഫ്രീ ആയിട്ട് ഇരുന്നിട്ട് നമ്മുടെ ആദ്യം തന്നെ ചെല്ലുമ്പോൾ അത് പല അസുഖങ്ങൾക്കും കാരണമാണെന്നൊക്കെ ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു മാത്രം. ഈ പറയുന്ന ഞാനും ഒക്കെ സമൂസ കഴിക്കാറുള്ളവരാണ്. അപ്പോൾ പറയുന്നത് നോമ്പ് തുറക്ക് ശേഷമുള്ള ഭക്ഷണം കഴിക്കൽ അതിനുശേഷം വരാനിരിക്കുന്ന ഇശാ നിസ്കാരത്തെയും തറാവീഹ് നിസ്കാരത്തെയും ബാധിക്കുന്നതായി മാറാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട്, റമദാനുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ കഴിയുന്നത് പോലെ നമ്മൾ സ്വതക്ക കൊടുക്കുക, ഖത്മുൽ ഖുർആൻ തീർക്കുക. ഒരുപാട് ശ്രേഷ്ഠത അല്ലേ? ഒരു അക്ഷരത്തിന് എത്രയോ നേട്ടങ്ങളാണ്. ഉളു എടുത്തിട്ട് ഖുർആൻ എടുത്ത് കയ്യിൽ പിടിച്ചിട്ടൊന്ന് ഓതുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഇത്രമാത്രം ഒരു അടിമയെ കണ്ടിട്ട് സന്തോഷിക്കുന്ന വേറെ ഒരു സമയമില്ലെന്നാണ്. റമദാനിൽ നോമ്പുകാരനായിട്ട് അവൻ ഉളു എടുത്ത് ഖുർആൻ കയ്യിൽ പിടിച്ച് ഓതുന്ന ഒരു മനുഷ്യനെ കണ്ടിട്ട് അള്ളാഹ് എത്രമാത്രം സന്തോഷിക്കുന്നു അറിയോ? ആ സമയത്ത് അള്ളാഹ് മലക്കുകളോട് പറയും, നിങ്ങൾ കണ്ടോ എൻ്റെ അടിമകൾ ചെയ്യുന്നത് കണ്ടോ? അവർ നല്ല വിശപ്പും ദാഹവുമുണ്ട്, എന്നിട്ടും അവർ എനിക്ക് വേണ്ടി ഖുർആൻ ഓതുന്നു, എൻ്റെ വചനങ്ങൾ പറയുന്നു, എൻ്റെ വചനങ്ങൾ ഓതുന്നു എന്ന് അള്ളാഹു തആല നമ്മെക്കൊണ്ട് മലക്കുകളോട് ഗർവ് പറയുമെന്നാണ്. അപ്പോൾ എന്താ പറയുക, നമ്മൾക്ക് ഖത്മുൽ ഖുർആൻ തീർക്കാം. അതുപോലെ തന്നെ നമുക്ക് ദിക്റുകൾ പറയാം. നമുക്ക് അറിയാവുന്ന ദിക്ർ, ഈ റമദാനിലെ സ്പെഷ്യലായ ദിക്ർ മാത്രമല്ല, അതല്ലാത്ത ഒരുപാട് ദിക്റുകൾ അറിയാമല്ലോ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പോൾ അറിയാവുന്ന ദിക്റുകൾ പറയുക. സ്വതക്കകൾ അധികരിപ്പിക്കുക. ഇന്ന് ഗൂഗിൾ പേയുടെ കാലമാണ്, ഫോൺ പേയുടെ കാലമാണ്, പേടിഎമ്മിൻ്റെ കാലമാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മുടെയൊക്കെ മൊബൈലിൽ ഒരുപാട് ആളുകൾക്ക് പ്രയാസമാണ്, സങ്കടമാണെന്നൊക്കെ പറഞ്ഞ് വരുമല്ലോ. അപ്പോൾ റമദാനിൽ ഒരു 50 രൂപയോ 100 രൂപയൊക്കെ കൊടുത്താൽ എന്താണ്, അത് വലിയൊരു സ്വതക്കയായിട്ട് അള്ളാഹു നമുക്ക് നാളെ തിരിച്ചു തരും. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നോമ്പ് നീയത്ത്. ഇത് ഫർദ നോമ്പാണ്. നമ്മളിപ്പോൾ സുന്നത്ത് നോമ്പാണെങ്കിൽ നീയത്ത് വെക്കാൻ മറന്നു പോയാലും ഉച്ചക്ക് മുമ്പ് നീയത്ത് വെച്ചാൽ നമുക്ക് ആ നോമ്പ് കിട്ടും. പക്ഷേ ഇത് ഫർളായ നിർബന്ധമായ നോമ്പായതുകൊണ്ട് സുബഹിക്ക് മുമ്പെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, നോമ്പിൻ്റെ നീയത്ത് വെക്കണം. കാരണം ഫർളായ നോമ്പാണ്. എങ്ങനെ നീയത്ത്? നവൈതു സൗമഗദിൻ അൻ അദാഇ ഫർളി റമളാനി ഹാദിഹി സനത്തി ലില്ലാഹി തആല. ഈ വർഷത്തെ അദാ ആയ ഫർളായ റമളാൻ മാസത്തിലെ നാളത്തെ നോമ്പിന് അല്ലാഹു തആലാക്ക് വേണ്ടി പിടിച്ചുവിടുവാൻ ഞാൻ കരുതി. അറബിയും പറയാം, മലയാളവും പറയാം. മലയാളം മാത്രം പറഞ്ഞാലും മതിയാകുന്നതാണ്. ഇത് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയില്ല, നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ നീയത്ത്. നീയത്തെന്ന് പറഞ്ഞാൽ മനസ്സിൽ കരുതി നാവ് കൊണ്ട് പറയണമെന്നാണ്.
ചില ആൾക്കാർ വിളകളാന്ന് പറഞ്ഞിങ്ങനെ പറഞ്ഞു, അങ്ങനെയല്ല. മനസ്സിൽ തട്ടി നമ്മൾ നാവ് കൊണ്ട് പറയണം. എല്ലാത്തിനും നിയ്യത്തുണ്ട്. നിസ്കരിക്കുമ്പോൾ നിയ്യത്തില്ലേ, നോമ്പിന് നിയ്യത്തുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഹജ്ജ് ചെയ്യുമ്പോൾ നിയ്യത്തുണ്ട്. ഹജ്ജിൻ്റെ നിയ്യത്താണ് ഇഹ്റാം കെട്ടുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ എല്ലാത്തിനും നിയ്യത്തുണ്ട്. എല്ലാ അമലുകളും സ്വീകരിക്കപ്പെടുന്നത് നിയ്യത്തനുസരിച്ച്. അപ്പോൾ നമ്മുടെ നിയ്യത്ത് ക്ലിയർ ആക്കുക. ചില ആളുകൾ ചോദിക്കാറുണ്ട്, റമദാനാകുമ്പോൾ എപ്പോഴുള്ള സംശയങ്ങളിൽ പെട്ടൊരു സംശയമാണ്, ഉസ്താദെ ഈ രാത്രി 12 മണി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത ദിവസത്തേക്ക് കടന്നില്ലേ, അപ്പോൾ പിന്നെ 12 മണിക്ക് ശേഷം നിയ്യത്ത് വെക്കുന്നവർ അല്ലെങ്കിൽ സുബഹിക്ക് മുമ്പ് നിയ്യത്ത് വെക്കുന്നവർ നാളത്തെ നോമ്പ് എന്ന് വെക്കേണ്ട ആവശ്യമുണ്ടോ? ഇന്നത്തെ നോമ്പെന്ന് പറഞ്ഞാൽ പോരെ? നമ്മുടെ ക്ലോക്ക് ടൈം വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് 12 മണി കഴിഞ്ഞാൽ പിന്നെ ഒരു അടുത്ത ദിവസമാണല്ലോ. പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ നോമ്പിൽ നിയ്യത്ത് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം രാവും പകലും അങ്ങനെയാണ് നോക്കുന്നത്. രാവും പകലും, പകലെന്ന് പറഞ്ഞാൽ മറ്റൊരു ദിവസമാണ്, രാവെന്ന് പറഞ്ഞാൽ മറ്റൊരു ദിവസമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ നാളത്തെ നോമ്പ് എന്ന് തന്നെയാണ് നമ്മൾ പറയേണ്ടത് കേട്ടോ. അപ്പോൾ അങ്ങനെ പറഞ്ഞാലാണ് നോമ്പ് ശരിയാവുക. അതങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ് പിന്നെയും കുത്തി ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, അതങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ തഹജ്ജുദ് നിസ്കാരം. റമദാൻ മാസത്തിൻ്റെ ശ്രേഷ്ഠതകളിൽപ്പെട്ട അതിപ്രധാനമാണ് ഇതിൻ്റെ കൂലി. ചെറിയ അമലിന് പോലും വലിയ കൂലി. അതായത് ഒരു സുന്നത്ത് നിസ്കരിച്ചാൽ ഫർളിൻ്റെ കൂലിയാണ്. ഒരു ഫർള് നിസ്കരിച്ചാൽ 70 ഫർളിൻ്റെ കൂലിയാണ്. ഒരു സുബ്ഹാനല്ലാഹ്ക്ക് 70 സുബ്ഹാനല്ലാഹ്. 1 രൂപ കൊടുത്താൽ 70 രൂപ കൊടുത്ത പോലെ. അപ്പോൾ എല്ലാത്തിനും 70ഉം 700ഉം 7000 ഒക്കെ ആയിട്ട് അള്ളാഹു അധികരിപ്പിച്ച് തരുന്ന ഒരു മാസമാണ് ഈ പരിശുദ്ധമായ റമദാൻ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പരമാവധി സുന്നത്ത് നിസ്കാരങ്ങൾ, ഇപ്പോൾ നമ്മൾ തറാവീഹ് നിസ്കരിക്കുന്നു, അത് കഴിഞ്ഞ് വിത്ർ നിസ്കരിക്കുന്നു, പിന്നെ ചില ആളുകൾ അവ്വാബി നിസ്കരിക്കാറുണ്ട്, ളുഹാ നിസ്കരിക്കാറുണ്ട്, പിന്നെ ഓരോ നിസ്കാരത്തിനും ഫർളിന് മുമ്പും ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കാറുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട നിസ്കാരമാണ് തഹജ്ജുദ് നിസ്കാരം. 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി. 2 റക്അത്ത് തഹജ്ജുദ് നിസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് അല്ലാഹു അക്ബർ. ഉറങ്ങിയിട്ട് എഴുന്നേറ്റിട്ട് നിസ്കരിക്കുന്ന നിസ്കാരത്തിനാണ് തഹജ്ജുദ് നിസ്കാരം എന്ന് പറയുക. അപ്പോൾ നമ്മൾ ഈ ഇടയത്താഴത്തിന് നമ്മൾ എഴുന്നേക്കില്ല, ആ സമയത്ത് നമുക്ക് ഇടയത്താഴം കഴിച്ചിട്ടോ അല്ലെങ്കിൽ കഴിക്കുന്നതിന് മുമ്പോ നമുക്ക് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് നല്ലപോലെ ദ്വാരക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ കൂലിയും കിട്ടും. നമ്മൾ ഈ തഹജ്ജുദ് നിസ്കാരമൊക്കെ ഈ റമദാനിൽ സ്ഥിരമാക്കിയാൽ റമദാൻ കഴിയുമ്പോഴും നമുക്കത് നിത്യമായി കൊണ്ടുപോകാനുള്ള വലിയ തൗഫീക്ക് അള്ളാഹു തരും. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ റമദാനുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് റമദാൻ്റെ ആദ്യത്തെ 10 നമ്മൾ കാരുണ്യ പ്രവർത്തനങ്ങൾ പറഞ്ഞാൽ റിലീഫ് പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാവും ഓരോ മഹലിലൊക്കെ. അപ്പോൾ അതിൽ നമ്മൾ പങ്കെടുക്കുക. പിന്നെ എന്താ, നമ്മുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ പിരിവുകാർ വന്നാൽ നീ ഇവിടെ നിന്ന് വന്നടാ പോടാ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആട്ടി ഓടിക്കരുത്. അവരോടൊക്കെ ഒന്ന് കരുണയോടുകൂടി ഒരു 50 രൂപയോ 100 രൂപയോ അല്ലെങ്കിൽ 10 രൂപ ഒക്കെ കൊടുത്ത് എന്തെങ്കിലും ഒന്ന് കൊടുത്ത് വിടുക. അതുപോലെ റമദാൻ മാസമാകുമ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ഈ സക്കാത്തിൻ്റെ പൈസ വാങ്ങാനും അതുപോലെ തന്നെ കുറച്ച് സ്വതക്കൊക്കെ വാങ്ങാൻ വേണ്ടി കുറേ ആളുകൾ വരാറുണ്ട്. പാവപ്പെട്ട ഒരുപാട് പേര്, 2-3 സ്ത്രീകൾ ഒന്നിച്ചു വരും. ചിലപ്പോൾ ചില ആളുകൾ അരി ചോദിച്ചു വരും, ചിലപ്പോൾ പഞ്ചസാര ചോദിച്ചു വരും. അങ്ങനെ സ്ത്രീകളൊക്കെ വരുമ്പോൾ ഒരു 5 രൂപ കൊടുത്തിട്ട് നിങ്ങൾ വീതിച്ചെടുത്തോ, അങ്ങനെ ഒരു നക്കാപ്പിച്ച പൈസ കൊടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. കാരണം അള്ളാഹിൻ്റെ റഹ്മത്ത് നമ്മളിങ്ങനെ ചോദിക്കുന്നു, നമ്മൾ റഹ്മത്ത് തടയുന്നു, അങ്ങനെ ആവരുത്. നമ്മൾ അള്ളാഹിനോട് റഹ്മത്ത് അല്ലാഹുമ്മ റഹംനി യാ റഹ്മാൻ റഹീം എന്ന് ചോദിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഭാഗത്തു നിന്നുള്ളൊരു കരുണ ഉണ്ടാവണം. എന്നാലേ ആ കരുണ നമുക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ വരുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും ഒന്ന് വീതിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിൽ ഒരു 50 രൂപയോ 100 രൂപയൊക്കെ കൊടുത്തിട്ട് അവരോട് പറയുക, ഒന്ന് വീതിച്ചെടുക്കാൻ പറയുക. അപ്പോൾ അങ്ങനെ അവരോടും നമ്മളൊന്ന് കരുണ കാണിക്കുക. നമ്മുടെ വീട്ടിലുള്ള മൃഗങ്ങളുണ്ടാകും, നമുക്ക് നോമ്പാണ്, അതുകൊണ്ട് പൂച്ചക്കും ആടിനും ഒന്നും കൊടുക്കണ്ട, അങ്ങനെയൊന്നുമല്ല. അവർക്ക് നോമ്പുണ്ടാവില്ല, അപ്പോൾ അവർക്ക് അവരുടേതായ സമയത്ത് വെള്ളം കൊടുക്കലും. ഇപ്പോൾ നല്ല ചൂടല്ലേ, ഞാൻ പറഞ്ഞല്ലോ, അവ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് നമ്മൾ അവിടെ ഇവിടെയൊക്കെ വെച്ചാൽ ഈ പക്ഷികളൊക്കെ വന്ന് കുടിച്ചിട്ട് പോകും. അപ്പോൾ അതിനോടൊരു കരുണ കാണിക്കും തോറും നമുക്ക് അല്ലാഹു തആല കരുണ തരും. പിന്നെ എപ്പോഴും ദുആ ചെയ്യുക. ദുആയാണ് പ്രധാനം. റമദാനിലെ ദുആ ഇങ്ങനെ അധികരിപ്പിക്കുക. മലയാളത്തിലും അതുപോലെ അറബിയിലൊക്കെ അറിയാവുന്ന രൂപത്തിൽ നമ്മൾ ദുആ ചെയ്യുക. ഒരുപാട് വിഷമങ്ങൾ സങ്കടങ്ങൾ ഉള്ളതാണ്. എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. ഈ റമദാൻ മാസത്തെ നമുക്ക് അല്ലാഹു അനുകൂലമാക്കി തരട്ടെ. ഈ റമദാൻ മാസം നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും അതിൻ്റെ പോരായ്മകളൊക്കെ പരിഹരിച്ച് അല്ലാഹു നമ്മളിൽ നിന്നും സ്വീകരിക്കട്ടെ. ആമീൻ. ഒരുപാട് പേര് നമ്മളോട് ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കമൻറ്റുകളാണ്, വായിച്ചാൽ തീരാത്ത കമൻറ്റുകൾ എല്ലാം വായിക്കുന്നുണ്ട്. പക്ഷേ ഓരോന്നിനും കൃത്യമായി മറുപടി തരാനുള്ള പ്രയാസം കാരണം എല്ലാവർക്കും വേണ്ടി ദ്വാരക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ടവർ ആരൊക്കെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തോ, ആരൊക്കെ കമൻ്റ് എഴുതുന്നോ, നമ്മുടെ വീഡിയോ കാണുന്നോ, എല്ലാവർക്കും അല്ലാഹു എല്ലാവിധ ഖൈറും സലാമത്തും ബറക്കത്തും റഹ്മത്തും ഏറ്റി ദുനിയാവിലും ആഖിറത്തിലും കൊടുക്കുമാറാവട്ടെ. ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കട്ടെ. എല്ലാവിധ രോഗങ്ങളിൽ തൊട്ടും അല്ലാഹു കാക്കുമാറാവട്ടെ. ഈ പരിശുദ്ധമായ റമദാൻ നമുക്ക് അനുകൂലമായ സാക്ഷിയാക്കി അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.